UAE-യിലെ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യ നേരിട്ടത് ക്രൂരപീഡനമെന്ന് തെളിയിക്കുന്ന മറ്റൊരു ശബ്ദ സംഭാഷണം കൂടി പുറത്ത്. ഇനിയും പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പറഞ്ഞ അതുല്യ സഹോദരിക്ക് അയച്ച ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. സതീഷിന്റെ ക്രൂരപീഡനങ്ങൾ അച്ഛനും അമ്മയും സഹപാഠികളായ സുഹൃത്തുക്കളും പറഞ്ഞത് പൂർണ്ണമായും ശരിവയ്ക്കുന്ന അതുല്യയുടെ തന്നെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. താൻ അനുഭവിക്കുന്ന പീഡനങ്ങൾ സഹോദരി അഖിലയോട് വെളിപ്പെടുത്തുന്നതാണിവ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചതായും അടിയിൽ പ്ലേറ്റ് പൊട്ടി തകർന്നതായും അതുല്യ പറയുന്നു. നല്ലപോലെ കള്ളു കുടിച്ചിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിടി. പ്ലേറ്റ് എടുത്ത് എന്റെ തലയിലടിച്ച്. പ്ലേറ്റ് അളിങ്ങിന്റെ പ്ലേറ്റ് ആയിരുന്നത് 4 കഷ്ണമായി. എന്നിട്ട് എന്റെ പെടലിക്കും കൊങ്ങയ്ക്കലൂടെ കുത്തിപ്പിടിച്ച് പെടലി മൊത്തം ചുമന്ന. അയാളതൊക്കെ തന്നെ അയാൾക്ക് ഒരു മാറ്റവും ഇനി വരാനും പോകുന്നില്ല. സതീഷ് അടിച്ചു കൊല്ലുമെന്നും അവിടെ നിന്ന് മാറാൻ അമ്മ പറഞ്ഞതായും ഓഡിയോ ക്ലിപ്പിലുണ്ട്. ജോലിക്ക് പോയാൽ ആ വാശിയിൽ സതീഷ് തന്റെ വിസ ക്യാൻസൽ ചെയ്യുമോ എന്നും ഭയപ്പെട്ടിരുന്നതായും അതുല്യ സഹോദരിയോട് വെളിപ്പെടുത്തി. അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. 24 കൊല്ലം.